ആ ജമന്തി ജമന്തി അങ്ങനെ തന്നെ വരട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ എന്തിന്റെ കുഴപ്പം? എന്തെങ്കിലും മനസ്സോടെ മാറ്റി തന്നിട്ടുണ്ട്. അവൻ വരും, കൊണ്ടുവരും, കൊടുക്കും. എനിക്ക് എന്താണ് ഇവിടെ വിലയായിട്ട്? പിന്നെ എനിക്കുള്ള സാധനം എന്റെ കയ്യിലല്ലേ കൊണ്ട് തരേണ്ടത്? എല്ലാ സാധനവും നിന്നതാണ്. എനിക്കൊന്നും സാധനം വേണ്ടേ? അത് കൊള്ളാല്ലേ. അവളോട് ചോദിക്കാൻ എന്താന്ന് എന്നോട് ചോദിക്കണ്ട. ഏട്ടാ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നെ എന്റെ കയ്യിലല്ലേ തരേണ്ടത്? ഇത് പറഞ്ഞുകൊണ്ട് അമ്മ എത്ര നേരം എന്നറിയോ വഴക്ക് തുടങ്ങിയിട്ട്? നീ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കൊണ്ട് തന്നിട്ട് എത്ര നാളായിടാ? ഗുരുത്വം വേണോടാ, ഗുരുത്വം. എന്ത് സാധനം കൊണ്ടുവന്നാലും പെറ്റ തള്ളയാടാ ആദ്യം തരേണ്ടത്. പിന്നെ നിന്റെ സഹോദരിക്ക്, പിന്നെ വന്നു കയറിയ ഇവക്ക് കൊടുക്കേണ്ടത്. പിന്നെ സഹോദരി ഇങ്ങോട്ട് സാധനങ്ങളുമായിട്ട് വരുമല്ലേ? അയ്യോ അല്ല, ഒന്നും കൊണ്ട് വരുന്നില്ല. എനിക്കൊന്നും ആരും മേടിച്ചു തരുന്നില്ല. അല്ല അവള് വാങ്ങിച്ചു തരാനേ ക്ലീറ്റസ് നിന്റെ ആങ്ങളയല്ല, യവന്റെ പെങ്ങളാണ് അവള്, അറിയാമോ? അവള് കാര്യം പറയാൻ വന്നിരിക്കുന്നു. അമ്മക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ആ സാരി എനിക്ക് വേണ്ട, തീർന്നല്ലോ. അമ്മ തന്നെ അങ്ങ് എടുത്തോ. കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നതാ, എന്ത് സാധനം കൊണ്ടുവന്നാലും ഒരു രഹസ്യ കച്ചവടം കൊണ്ടുകൊടുപ്പ് വരും. പണ്ട് ഇങ്ങനെ ആയിരുന്നാടാ, നീ എന്റെ കയ്യെ പിടിച്ചല്ലേടാ എവിടെയെങ്കിലും പോണത്? അമ്പലത്തിൽ പോണെങ്കിൽ എന്റെ കയ്യെ പിടിച്ചോണ്ട് പോകും, തിരിച്ചിങ്ങനെ വരും. എടാ അപ്പുറത്തെ പങ്കജാക്ഷിയുടെ മോൻ ഇപ്പോഴും അങ്ങനെയാടാ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ എനിക്ക് ജോലിയില്ലേ അമ്മ, എനിക്ക് ജോലിക്ക് പോണ്ടേ. നിന്നെക്കാളും വലിയ ഓഫീസർ ആവാനും. പിന്നെന്തിനാ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുത്തിയാൽ മതിയായിരുന്നല്ലോ, കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു. എന്താടി നീ പറഞ്ഞത്? എല്ലാ അമ്മമാരും മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും. ഇത് കൂടെ പുതുമയല്ല. പെൺപിള്ളേര് വന്നു കയറുന്ന പെൺപിള്ളേര് അതിന്റെ അനുസരിച്ച് നിൽക്കണം, അതാ പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്താ അനുസരണക്കേടാ കാണിച്ചത്? ഏട്ടിന് ഒരു സാരി മേടിച്ചാണ്, അത് എന്റെ കൊണ്ട് തന്നെ. ഒരു സാരി മാത്രമാണോ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഹവേൽഡോറുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്ന എനിക്ക്. ഇപ്പൊ എന്താ വേണ്ടത്? മരിച്ചു വെച്ചാൽ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്നാണോ പറയേണ്ടത്? എടാ പെൺചൊല്ലു കേൾക്കുന്നവൻ പെരുവഴിയില്, അറിയാമോ നിനക്ക്? പാഴ്ചൊല്ലു കേൾക്കാത്ത വവ്വാല് തല കീലുമേഴ്. ഇതൊക്കെ സത്യമായ കാര്യമാണടാ. എടുക്കുന്നില്ല ഏട്ടാ, എടുക്കുന്നില്ല. മൂന്നെണ്ണം വേണ്ടി വരും. മൂന്നെണ്ണം ഇല്ലേ? അയ്യോ, സാധാരണ ഓരോരുത്തർ ഇതുപോലെ സമ്മാനം വാങ്ങാനാണ് കഷ്ടപ്പെടുന്നത്. ഇവിടെ സമ്മാനം വാങ്ങുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് ആർക്ക് ആദ്യം കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. 10-35 വർഷം എന്നെ ഇങ്ങനെ പൊന്നുപോലെ വളർത്തി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുമോ, എന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമോ, കുഞ്ഞുനാൾ മുതലേ എല്ലാം പങ്കുവെച്ച് എൻ്റെ കൂടെ ഉള്ള എൻ്റെ പെങ്ങൾക്ക് കൊടുക്കുമോ? മൂന്നിൽ ആർക്ക് ആദ്യം കൊടുക്കും? അതാണ് എൻ്റെ പ്രശ്നം. എടാ ഇത് നിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഇതിപ്പോൾ എല്ലാ കുടുംബത്തിലും പ്രശ്നം തന്നെയാണ്. ഇപ്പം എൻ്റെ കുടുംബത്തിലെ സ്ഥിതി എന്താ? എടാ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരു ബിരിയാണി പാർസൽ വാങ്ങണമെന്ന്. ഞാൻ കുറച്ച് പൈസ അധികം കിട്ടിയപ്പോൾ അപ്പോൾ അന്ന് ഞാൻ ആ റഹ്മത്ത് ഹോട്ടലിൽ കയറി. റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി ടേസ്റ്റ് അറിയില്ലേ, ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാനാ കയറി 2 ബിരിയാണി പാർസൽ വാങ്ങി വീട്ടിൽ ചെന്ന് ഈ പ്രശ്നമുണ്ട്. ആർക്ക് ആദ്യം കൊടുക്കുന്നു? എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ പൊന്നെ 2 എണ്ണം അവിടെ എവിടെയുമില്ല. ഞാൻ നേരെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് അകത്തേക്ക് അങ്ങ് കയറാൻ നേരത്തെ ഇപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇതെന്താ ഇതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബിരിയാണിയാന്ന് പറഞ്ഞു. ഉടനെ തന്നെ സന്തോഷത്തോടു കൂടി അവർ 2 പേരും കൂടെ ആ പുതിയം കഴിക്കാനായിരുന്നു. അപ്പോൾ ആർക്ക് ആദ്യം കൊടുക്കുന്നുള്ള പ്രശ്നമില്ല, ആരെ കയ്യിൽ ആദ്യം കൊടുത്തതുമില്ല, ഒന്നുമില്ല. സന്തോഷത്തോടു കൂടി ഇവർ 2 പേരും ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് വരാമെന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി ഡ്രസ്സ് മാറ്റി കുളിമുറിയിൽ അങ്ങ് കയറലും പൊരിഞ്ഞടിയാ. അടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ അടി. എടാ ഞാനിങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ബിരിയാണീൻ്റെ ഒന്നായിട്ട് എൻ്റെ മേലേക്ക് ഒരു പൊതി ഇങ്ങോട്ട് വന്ന് നോക്കുന്നത്. ഉമ്മ എടുത്ത് എറിഞ്ഞാ കാര്യം പറഞ്ഞേ. എടാ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നെ അവളെ പൊതിയിൽ ചിക്കൻ്റെ കാലുണ്ട്. ഉമ്മച്ചി കഴിത്താൻ പോലോ. എടാ ഇതൊക്കെ എനിക്ക് ഹോട്ടലിൽ കയറി പാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ ആ പാക്ക് ചെയ്തവനെ പണ്ടാറടങ്ങി ഒരാഴ്ച അവനെ കാണാൻ നടന്നിട്ടുണ്ട് ഞാൻ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ. എന്ത് തോൽവിയാണത്. ഞാനിപ്പോൾ എനിക്കൊരു തോന്നുന്നത്, ഞാനിപ്പോൾ തങ്കത്തിന് ആദ്യം കൊടുത്ത അമ്മയ്ക്ക് പ്രശ്നമില്ല, എൻ്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. അമ്മയ്ക്ക് ആദ്യം കൊടുത്ത തങ്കത്തിന് പ്രശ്നം ഉണ്ടാവില്ല, ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ജമന്തിക്ക് ആദ്യം കൊടുത്താലോ പെങ്ങളും അമ്മയും പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പാവും, ഒരു സംശയവും.
അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അവിടെ ചിലപ്പോൾ ആദ്യം ആരായിരിക്കട്ടെ നിൽക്കാൻ സാധ്യത? എൻ്റെ അഭിപ്രായത്തിൽ അമ്മയായിരിക്കും. അതെന്താ? ആ മക്കളെ എത്തിരി നേരം കാണാണ്ടാകുമ്പോൾ ഇവരെവിടെ പോയി വഴിക്കണ്ണിൽ ഇങ്ങനെ കണ്ണും നോട്ടി നോക്കിയിട്ട് അമ്മ തന്നെയാണ്. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരത്തെ പോയാലോ? തങ്കമായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്നത് അല്ലേ? ആ തങ്കം അങ്ങനെ മുറ്റൊക്കെ അടിച്ചു കയറി മക്കളെ തക്കളീൻ്റെ കൂടെ ജോലിയുടെ വഴിക്ക് നിൽക്കുകയായിരിക്കും. ജമന്തി എന്തായാലും പുറത്ത് ആ സമയത്ത് ഇറങ്ങൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. തങ്കത്തിന് നമ്മൾ കൊടുത്തിട്ട് തിരിയമ്പ ജമന്തിയെ കണ്ട തീർന്നു, ഒരു രക്ഷയുണ്ടാവും. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, അത് 3 കൂടെ എടുത്തിപ്പോൾ നമുക്ക് ഇറങ്ങാം, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. ദൈവമേ വിളിച്ച് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ആളുടെ കൈ കൊടുത്ത് പടപടാ കൊടുത്തിട്ട് കയറി അങ്ങ് പോവാം. നിനക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആരും കാണുന്നില്ലല്ലോടാ. നീ ആദ്യം വെച്ചോ കണ്ടാക്കാ. തങ്കമില്ല, അമ്മയല്ല, ജമന്തി ഇല്ല. ഞാനിത് അകത്തോട് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം. ആദ്യം കാണുന്ന ആരാ അവർക്ക് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വേണ്ട, ഓൾ ദി ബെസ്റ്റ്. എന്താടാ നേരത്തെ വന്നോ? 3 പേരൂടെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വെറുതെ ചില വർത്താനം പറയാൻ വിചാരിച്ചു വന്നതാ. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തോന്ന് ഒരുമാതിരി. ഇതെന്താ കയ്യില്? ഹെൽമെറ്റ് അല്ല പുറകില് അതെന്താ? ഏത്? നിന്റെ കവറ്. എടാ നിന്റത് എന്റെ ഇരിക്കുന്നത്. നീ മേടിച്ച് ഉമ്മക്ക് പെങ്ങൾക്കും ഭാര്യക്കും. ഉമ്മക്കും ഭാര്യക്കും. അതെ, കുറച്ച് പൈസ കിട്ടാണ്ടേ, അത് കിട്ടിയപ്പോൾ ഓൽക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് മേടിച്ചതാ. ഉമ്മക്കും ഭാര്യക്കും പോട്ടെ. ഞാൻ വിളിക്കാം. എന്തോ ഒരു സന്തോഷമായിരിക്കും ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ. ഐശ്വര്യമാണ് അതൊക്കെ, അതാണ് ഒരു ഐശ്വര്യം. എടാ നിനക്കെന്താ ഇങ്ങനെയൊക്കെ ചെയ്താല്? ആ ഫാസിലിന്റെ ഭാര്യക്ക് എന്ത് സന്തോഷമായിരിക്കും. ഏട്ടന് എനിക്കും കൂടെ ഒരു സാരി മേടിക്കായിരുന്നില്ലേ? എടി എനിക്കല്ല, ഞങ്ങൾക്കെന്ന് പറയടി. അങ്ങനെ പറഞ്ഞ് പഠിക്കടി. നിന്നെ എത്ര പഠിപ്പിച്ചാലും അവക്ക് അവള് 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 ഈ ഒരു വിചാരം. അതിന് വിചാരം വേണോ അമ്മേ? അവൻ എന്റെ കൂടപ്പിറപ്പ്, എന്റെ അമ്മ എന്നുള്ള വിചാരം വേണം. ഇത് എന്ത് കിട്ടിയാലും ഭാര്യയുടെ വായിലോട്ട് കുത്തി കയറ്റണമെന്നല്ലേ ഉള്ളൂ. ഓ ക്ലീറ്റോ ചേട്ടൻ എന്തായാലും ഇങ്ങോട്ടൊന്നും കൊണ്ടുവരുന്നൊന്നുമില്ല, അങ്ങോട്ട് തന്നെ എല്ലാം തരുന്നത്. പിന്നെ എങ്ങോട്ട്? അവിടെ തന്നെ കൊണ്ട് കൊടുക്കേണ്ടത്. മേടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ തന്നെ പ്രമുഖന്റെ ആസ്തി ഒന്നും ഞങ്ങൾക്കില്ലേ? അയ്യോ ക്ലീറ്റോയേ, നിന്റെ ആങ്ങളെയല്ല, ഇതവന്റെ സ്വന്തം പെങ്ങളും ആങ്ങളുമാണ്. ഇവരറിയാമോ നിനക്ക്? എന്നിട്ട് ഏത് സമയം രാവിലെ ആകുമ്പോഴത്തേക്ക് കനക സോപ്പില്ല, എന്താണ് ഗ്യാസ് തീർന്നെന്നൊക്കെ പറഞ്ഞ് നാത്തൂൻ ഇങ്ങോട്ട്. പിന്നെ ഞാൻ ചമന്തി വിളിക്കണോടി. എന്റെ ആങ്ങളെന്നല്ലാതെ ഞാൻ പിന്നെ ആരെ വിളിക്കണം? എന്ത് അവിടെ പറയണ വർത്താനം കേട്ടോ? നിന്നെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പിന്നെ നീ ഈ ഒറ്റ പൂരാടുത്തിയായിട്ട് ജനിക്കുമ്പോഴത്തേക്കുങ്ങളുടെ വില അറിയാൻ പറ്റില്ല. അത് നിന്റെ കുറ്റമായതുകൊണ്ടല്ല, നിങ്ങളെ തറവാടിന്റെ സംസ്കാരം. ഞങ്ങൾ എന്തായാലും ആ സംസ്കാരമുള്ളവരെ. നാത്തൂനെ തറവാടിന്റെ കാര്യമൊന്നും അങ്ങ് പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. തറവാട് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ വിചാരിച്ചത് വല്ല 4 കെട്ടും 8 കെട്ടൊക്കെ ആയിരിക്കുമെന്നാ. വന്നപ്പോഴല്ലേ ഒരു ഹവീൽദാറും പിന്നെ ഒരു നാത്തൂനും കുറെ ബെഡായി കഥകളും. കണ്ണു തുറന്ന് നോക്കടി, ഇവിടെ എന്താടി കുഴപ്പം? ഏട്ടനൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് ഏട്ടാ. ഏട്ടൻ കേൾക്കണെന്താ? നമ്മുടെ അച്ഛനെ പറഞ്ഞത് നീ ഇത് ചുമ്മാ ഇരടി. എടീ, അവൾ ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. അവള് 4 മാളിക മണിമാളികയാണ് അവൾ ഉദ്ദേശിച്ചത്. അത് തന്നെ ഉദ്ദേശിച്ചത്. യോഗ്യത നിനക്കില്ല. നിനക്ക് സന്തോഷം. നാത്തൂന് ഭയങ്കര യോഗ്യതയായിട്ടായിരിക്കും നാത്തൂന് ഇവിടെ വന്ന് കിടക്കുന്നത്. എന്റെ വീട്ടിലാണ് കെട്ടിച്ച വീട്ടിൽ പോണില്ല. എന്റെ വീട്ടിൽ സ്വസ്ഥതയോട് ഉണ്ടാക്കും. നീ ഇവിടെ നിൽക്കുന്നതേ ഞങ്ങളുടെ അന്തസ് കൊണ്ടാ. അപ്പൊ ഏട്ടൻ എന്നെ പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? പറഞ്ഞ ഒരു കുഴപ്പമില്ല. നീ ന്യായത്തിന്റെ ഭാഗത്തല്ല പറയുന്നത്. നിങ്ങൾ എല്ലാരും ഒന്നായി, ഞാൻ മാത്രം പുറത്തായി. നീ ഇറങ്ങിപ്പോ. എനിക്ക് പോലും ഇവിടെ ഒരു സ്ഥാനമില്ല. എന്റെ ഈ പെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമായിരുന്നെന്ന് നീ ചിന്തിച്ചു നോക്കണം. എനിക്ക് തന്നിട്ട് നിന്നുള്ളൂ. ഇപ്പൊ അവള് കാണാതെ എന്തെങ്കിലും തന്നാ തന്നു, അല്ലെങ്കിൽ എനിക്ക് തരണതിന്റെ അല്ലടാ നിന്റെ സ്നേഹം. എന്ത് സ്നേഹം പോയി നിങ്ങൾ പറയുന്നത്? ആർക്കാ ഇപ്പൊ സ്നേഹം കുറച്ച് പോയത്? അവന്റെ ഉമ്മയ്ക്കും അവക്കും മേടിച്ചു കൊടുത്തപ്പോ ഞാൻ പറയാതെ കാരണമായപ്പോ കഷ്ടമാണല്ലോ. വീട്ടിൽ വന്ന് കയറാൻ സമ്മതിക്കൂല. ഇതിപ്പോ തൊട്ടടുത്ത് കുറച്ച് മാന്യന്മാർ താമസിക്കണം എന്നുള്ള കാര്യം നിങ്ങളങ്ങ് മറക്കല്ലേ. അതെ, കുടുംബത്തിലുള്ള ആൺമക്കൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അതോടെ തീർന്നു തള്ളമാരുടെ കാര്യം. ഞാൻ ആരും ഇല്ലാത്തവളായി. എന്റെ ഹവീൽദാരുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വല്ലതും വരുമായിരുന്നു. ഞാനൊരു സാരി മേടിച്ചാൽ തീർന്നില്ല കാര്യം. സാരി സാരി വാങ്ങിച്ചായിരുന്നില്ല. ആർക്കും സാരി മേടിച്ചു
നിന്റെ ഭാര്യക്ക് അവൾ എടുത്തിട്ട് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, ഞങ്ങൾക്ക് വേണ്ട. അല്ലേ ഇത്ര നാള് പൊന്നെ പോലെ നോക്കിയ തള്ള ഒരു നിമിഷം കൊണ്ടല്ലേ ചവിട്ടി തീർത്ത് കളയണത് ഒരു പെണ്ണ് വന്ന് കയറുമ്പോൾ. എൻ്റെ അമ്മേരെ കണ്ണീര് കാണാൻ വയ്യാത്തതാണ് ഞാൻ പാലായിലൊന്നും താമസിക്കാതെ ഇവിടത്തെ കിടക്കണം. കഷ്ടം ഇങ്ങനെ ഒരു അഴുക്ക കൂട്ടങ്ങൾ. സങ്കടപ്പെടാത്ത പോയി. ഞാൻ പൊക്കോളാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേ ഏട്ടാ, നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇനി ഒരു സാധനം ഏട്ടൻ മേടിച്ചു തരണ്ട. ബന്ധങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. പാലായിലെ വിശേഷം ഒന്നും പറയണ്ട ഇപ്പൊ ഇവിടെ. പാലാലിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ കുറെ കണ്ടതാ. എന്ത് കണ്ടു നീ? പാലാൽ എന്താടി ഒരു കുറവ്? എന്റെ കുറവ് ദേ ഇരിക്കണ കസേരയില്. ഓ അതാണ് നിന്റെ പ്രശ്നം. എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നാട്ടിലുണ്ടോ? വീട്ടിലുണ്ടോ? ഓ എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും ഇത് അവസാനം നേരെ വന്ന് എൻ്റെ പടലിലേക്ക് അടിക്കും. ഇത് എന്തൊരു വിധിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തോടി? നിന്റെ ആങ്ങളൊക്കെ നിന്റെ അടുത്ത് സ്നേഹമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ആങ്ങളൊക്കെ ഒരു സ്നേഹക്കുറവില്ല. പിന്നെന്താ നീ ഇപ്പം ഇവിടെ കിടന്ന് കരയാൻ വിളിക്കാൻ ചെയ്യണത്? സ്നേഹക്കുറവില്ലെങ്കിൽ എന്റെ ആങ്ങൾ ഇപ്പോഴും മാറിപ്പോയത്. അങ്ങനെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെ ഞങ്ങൾ കഴിഞ്ഞതാന്നറിയാമോ? ഒരു മുട്ടായി കഷ്ണം കിട്ടി അവന് കൊടുക്കാതെ എനിക്ക് ഇറങ്ങൂല. ഒരു ചെറുപഴം കിട്ടി അതിന്റെ പകുതി കൊണ്ടുവന്ന് അവൻ എനിക്ക് തരും. എന്നിട്ടിപ്പോ എന്തെങ്കിലും എന്റെ കയ്യിൽ കൊണ്ടു തന്ന ആ വെള്ളച്ചമ്മന്തി ഉണ്ടല്ലോ, അവന്റെ മുഖം അങ്ങ് കലം പോലെ ആവും. അത് കാണാൻ അവനും. ആ പാവം അമ്മ അവിടെയുണ്ട്. അമ്മയ്ക്ക് എന്താ വില? നീ ഇത് പറയാനേ ഞാൻ അവനായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ പറഞ്ഞ മാതിരി ചക്കര ഈച്ചയും പോലെ ആയിരുന്നു. ഈ പെണ്ണിനെ കല്യാണം കഴിച്ച ശേഷമാണ് അവൻ എൻ്റെ അടുത്ത് ഭയങ്കര പുത്തമാണ്. അത് എവള് ഞാൻ പറഞ്ഞില്ലേ ഇവള് കുഴപ്പക്കാരിയുടെ അങ്ങ് അറ്റത്തെ കുഴപ്പക്കാരി. എല്ലാം അവൾക്ക് അവളുടെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടു കൊടുക്കുക. അതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ എന്തെങ്കിലും ചെലവാക്കുമ്പോഴാണ് അവർക്ക് ഈ മാതിരിയുള്ള കൂക്കിട് മുഴുവൻ. അല്ല അവര് പറയണതിലും കാര്യമുണ്ട് ക്ലീറ്റോ. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് എന്തെങ്കിലും ക്ലീറ്റോന്റെ കൈ കൊണ്ട് സ്നേഹമായിട്ട് ഒരു തോർത്തുമുണ്ടെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത് അവള് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവൾ അങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് തരണം നിങ്ങൾ? ആങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാനാണോ അത്ര ധൃതിന്ന് ചോദിക്കും. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത് ഇവ ഇവിടെ നിന്ന് വാങ്ങിച്ച എല്ലാം ജമന്തിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, ജമന്തിയുടെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് കുറ്റം പറഞ്ഞോളല്ലേ നീ? അപ്പൊ ആ കണക്കിന് ഞാൻ വാങ്ങിച്ച എന്റെ ഭാര്യ വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അത് ശരിയാണോ? അത് തെറ്റല്ലേ? ആണോ? അല്ലേ? എന്തെങ്കിലും ചോദിക്കുമ്പോ 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കല്ല വേണ്ടത്. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ പിന്നെ ഇവിടെ ബോംബ് വെച്ച് തകർത്താൻ ചുമ്മാ ഇരുന്നു പറയുമ്പോ ഞാനേ ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞാ ശരിയാവൂല. വെറുതെ ഓ എൻ്റെ പൊന്നളി എന്നാ പിടി ഇത് കയ്യിൽ വെച്ചോട്ടോ. എൻ്റെ കുടുംബം നല്ല കച്ചറയായി പോയായിരുന്നു. എന്ത് പറ്റിയെന്നാ എടാ നോക്ക് നീ 1 2 3 ആ ഉമ്മയെ സാഹിത്യം അറിഞ്ഞാലുള്ള സംഭവം എന്താ അറിയോ? 1 ഉമ്മക്ക് 1 സാഹിതക്ക് 3ാമത്തെ ആരാന്നുള്ള ചോദ്യം വരും. നമ്മളെ കാമുകി എല്ലാവരും ഇനി അടുത്ത കെട്ട്. ഞാൻ ഓളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു വീട്ടില് അടി തീർത്താ തീരില്ല. ഞാനിപ്പോ ഇന്നലെ എന്താ ചെയ്താ നമ്മളെ മാമന്റെ വീട്ടിൽ വെച്ചിരിക്കുക. അവിടെ ആരും ഇല്ല ഭാഗ്യത്തിന്. നിന്റെ കയ്യിൽ തന്നെ വെച്ചോട്ടാ, നീ സൂക്ഷിച്ചാ മതി. നിനക്ക് വരുന്ന പൊല്ലാപ്പ് നീ എന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. ഇല്ലാത്ത പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇതിപ്പോ എങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ്. അമ്മ പെങ്ങൾ ഭാര്യ. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ ചെല്ലുന്നു. ഇങ്ങോട്ട് നോക്കാതെ പോണം. ഇവിടെ മിക്കവാറാകത്തെ ആദ്യം അമ്മയ്ക്ക് കൊടുക്കുന്ന വലിയ പ്രശ്നം വരില്ല. ഇതെന്താടാ നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വീടിന്റെ പ്ലാനാണോ? ഇതെന്റെ ജീവിതത്തിന്റെ പ്ലാനാ. എന്റെ ജീവിതം ഇനി മുമ്പോട്ട് പോകുന്നത് ഇതനുസരിച്ചായിരിക്കും. ഈ സംഭവം പറ. ഇത് തന്നെ. അതിങ്ങനെ വരച്ചിട്ട് ഇത് അമ്മ, ഇത് പെങ്ങൾ, ഇത് ഭാര്യ. നമ്മൾ രണ്ടും കൂടി സ്കൂട്ടറിൽ ഇവിടുന്ന് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഭാര്യ അകത്തായിരിക്കും, പെങ്ങളും അകത്തായിരിക്കും. അമ്മ ഇറങ്ങി വരുന്നു.
നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കും. ഭയങ്കര ടോണി. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഐഡിയ പറഞ്ഞു പിന്നെ വിടുക. നമ്മൾ പണ്ടൊരു കളിയില്ലേടാ, പുലികളി കേട്ടോ. അങ്ങനെ ഈ നമ്മൾ വട്ടം വരച്ചിട്ട് നമ്മളിങ്ങനെ വര ഇടുങ്ങനെ വരയിട്ട് കണ്ണും പൂട്ടി വരയിട്ട് ഈ വര എവിടെ അവസാനിക്കുന്നത് അവരെ ഇതിൽ കൊടുക്കും, അവരുടെ കൈ കൊടുക്കും. ഞാൻ പിന്നെ പൂട്ടി നടക്കും. നിനക്ക് ചിരിക്കുക ചുമ്മാ. ജീവിക്കാൻ വലിയ കഷ്ടപ്പാടല്ലടാ. ഏറ്റവും വലിയ പ്രശ്നം അറിയാമോ, ഇതാണ് ആളുകൾ വേറെ മാറി താമസിക്കുന്നത് അല്ലേ. സങ്കടം വരും. പക്ഷെ വേറെ രസം, ഈ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടടാ. അതാണ്. അമ്മയെ മാറിയിട്ട് അവളെ മാറിയിട്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവർക്ക് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്കിൽ ഈ സന്തോഷം എന്ന് നിൽക്കും. അടിപൊളി ഒരു ഐഡിയ ഉണ്ട്. ഒരു കൊറിയർ ഉണ്ടേ. ഹലോ, ഒരു കൊറിയർ ഉണ്ട്. രത്നമ്മ, തങ്കം. തങ്കം, എടി വന്ന് ഇങ്ങോട്ട് വാ, ഒരാൾ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാ. ജമന്തി, ജമന്തി, ജമന്തി വന്നിങ്ങോട്ട് വാ. അടുക്കളയിൽ കയറിയാ പിന്നെ അടുക്കളയിൽ നിന്ന് മാറും. ജമന്തി, ഞാനാ. തങ്കം, 3 പേരൊന്ന് ഒപ്പിട്ട് തന്നെ. ആരാ ഇത്? എന്താ? അല്ല, നിങ്ങൾ അഡ്രസ്സിൽ വന്നതാ അത്. പൊട്ടിച്ചു നോക്കാമോ? സമ്മാനല്ലേ? നമുക്ക് അകത്ത് പോയി പൊട്ടിക്കാം. ബാ, അവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് പൊട്ടിച്ചാൽ എന്താ കുഴപ്പം? പൊട്ടിക്കാം. എനിക്ക് സാരി, നിനക്ക് സാരിയാ? ഇതിനകത്തൊരു പേപ്പർ. അയ്യോ, അതാ ഇതിലും ഉണ്ട് പേപ്പർ. നിന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന മറ്റൊരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിനക്കും അങ്ങനെ തന്നെന്നറിയാം. ദാ നിനക്കിഷ്ടമുള്ള നിറത്തിലൊരു സാരി, നിന്റെ കനകൻ. അമ്മയ്ക്ക് എന്ത് തന്നാലും മതിയാവില്ലെന്നറിയാം. എങ്കിലും ഇപ്പോൾ ഈ ചെറിയ ഒരു സമ്മാനം അമ്മയുടെ കനകൻ. ജമന്തിക്ക് സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ നിഴലായി ഒപ്പമുള്ള നിനക്ക് എൻ്റെ നേർപകുതിക്ക് ഒരു സമ്മാനം എന്ന് കനകേട്ടൻ. ഇതിൻ്റെ ഇവിടെ ഒരു ഇതിലുണ്ട്. നിങ്ങൾ 3 പേരും കൂടി ചേരുന്നതാണ് എൻ്റെ സന്തോഷം. ഒരാളെ മാറ്റി നിർത്തി എനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മാനം കൊറിയർ സർവീസ് വഴി അയക്കുന്നത്. ഞാൻ തരുമ്പോഴാണല്ലോ ആർക്കാദ്യം എന്നുള്ള പ്രശ്നം. അപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറക്കമൊന്ന് വിളിച്ചാൽ മതി. ഞാൻ പുറത്ത് നിൽപ്പുണ്ട്. എൻ്റെ മോൻ, അവൻ ആരെയും പിണക്കി പറ്റത്തില്ലെന്ന് എനിക്കറിയാം. മോനെ, വാ. Alien versus Alien.